ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 54 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 55-ാമത്തെ ശ്ലോകം നോക്കാം. മത്കർമ്മ കൃന്മത് പരമോ മദ്ഭക്തസംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യഃ സ മാമേതി പാണ്ഡവാ. യഹ ഏതൊരുവനാണോ മത്കർമ്മകൃത് എന്നിൽ അർപ്പിതമായി കർമ്മങ്ങൾ ചെയ്യുകയും മത് ഭക്ത എന്നിൽ ഭക്തിയുള്ളവനായിരിക്കുകയും മത് പരമ എന്നെ പരമമായ ലക്ഷ്യമായി കരുതുകയും, അതായത് എന്നെ തന്നെ ആശ്രയിക്കുകയും, സംഘവർജിത നിസ്സംഗനായിരിക്കും, അതായത് ആസക്തി ഇല്ലാത്തവനായിരിക്കുകയും, സർവഭൂതേഷു സകല ഭൂതജാലങ്ങളിലും നിർവൈരഹ ദ്വേഷം ഇല്ലാത്തവനായിരിക്കുകയും ചെയ്യുന്നത് സഹ അവൻ, പാണ്ഡവ അല്ലയോ അർജുന, മാമേതി എന്നെ തന്നെ പ്രാപിക്കുന്നു. ഹേ അർജുന, ഏതൊരുവനാണോ എന്നിൽ അർപ്പിതമായി കർമ്മങ്ങൾ ചെയ്യുകയും, അതായത് അവയുള്ള സകല കർമ്മങ്ങളും എന്നിൽ അർപ്പിതമായി ചെയ്യുകയും, എന്നിൽ ഭക്തിയുള്ളവനായിരിക്കുകയും, എന്നെ തന്നെ ആശ്രയിക്കുകയും, നിസ്സംഗനായിരിക്കുകയും, സകല ഭൂതജാലങ്ങളിലും ദ്വേഷം വെടിഞ്ഞായിരിക്കുകയും ചെയ്യുന്നത് അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. അർജുനനോട് ഭഗവാൻ പറയുന്നതാണ്. തൻ്റെ വിശ്വരൂപ ദർശനമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അർജുനനോട് പറയുന്നതാണ്. ഹലോ അർജുന, ആരാണോ തൻ്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുകയും എന്നിൽ ഏകാഗ്രമായ ഭക്തി ഉണ്ടായിരിക്കുകയും എന്നെ തന്നെ ആശ്രയമായി കരുതുകയും സകലതിലും നിസ്സംഗനായിരിക്കും, അതായത് സംഘം ഒട്ടിച്ചേരലില്ലാതെ ആസക്തിയില്ലാതെ നിസ്സംഗതയോടെ ഇരിക്കുകയും സകല ജീവജാലങ്ങളെയും സൗഹൃദത്തോടെ കാണുകയും ചെയ്യുന്നത്, സകല ജീവജാലങ്ങളിലും വസിക്കുന്നത് ഒരേ ഈശ്വരനാണ് എന്ന ഭാവത്തോടെ സൗഹൃദത്തോടെ കാണുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ളവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഇത് ഈ അധ്യായത്തിലെ അവസാന ശ്ലോകമാണ്. വിശ്വരൂപ ദർശന യോഗത്തിലെ അവസാന ശ്ലോകമാണിത്. ഗീതയുടെ ഒരു തത്വം തന്നെ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് എല്ലാറ്റിനെയും ഈശ്വരനായി കണ്ട് ഈശാവാസ്യം ഇതം സർവം എന്ന ഭാവത്തിൽ എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയായി കരുതി ഒന്നിനോടും ആസക്തിയില്ലാതെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കയ്യിലെ ഉപകരണം മാത്രമായി മാറുമ്പോൾ ഭഗവത് പ്രസാദം കൈവരികയും സാക്ഷാത്കാരം നേടുകയും ചെയ്യും. അയാളുടെ എല്ലാ തരത്തിലുള്ള ക്ഷേമങ്ങളും ഭഗവാൻ നോക്കുകയും ചെയ്യും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തോടു കൂടി ഈ വിശ്വരൂപ ദർശനം എന്ന 11-ാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത് സുബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ വിശ്വരൂപദർശനയോഗോ നാമ 11-ാമോऽധ്യായः സമാപ്തം.
അടുത്ത 12-ാം അധ്യായം ഭക്തിയോഗം എന്ന 12-ാമത്തെ അധ്യായം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.